ഹലോ എവ്രി വൺ, അങ്ങനെ നമ്മൾ ഫൈനലി ആ മൂമെൻറ്റ് എത്തിയിരിക്കുകയാണ് SSLC റിസൾട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ വളരെ സിമ്പിളായിട്ട് എങ്ങനെ നിങ്ങൾക്ക് റിസൾട്ട് ചെക്ക് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം. ആൻഡ് എവിടെ പോകണം, എന്ത് ചെയ്യണം, ആൻഡ് അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ് ഉള്ളതെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. +1 അഡ്മിഷൻ വെച്ചിട്ടും കോഴ്സും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. എല്ലാവരും ഈ വീഡിയോ കാണാം, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ആൻഡ് നിങ്ങൾ റിസൾട്ടൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെങ്കിലും കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ റിസൾട്ട്. ഓക്കെ, അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ എപ്പോഴാണ് റിസൾട്ട് കിട്ടുക? 19-ാം തീയതി മെയ് 2023 3 മണിക്കാണ് റിസൾട്ട് ലൈവ് ആവുക എന്ന് പറഞ്ഞത്. ഓക്കെ, 3 മണിക്ക് നിങ്ങൾ ഈ വെബ്സൈറ്റുകളിൽ പോയാൽ കിട്ടേണ്ടതാണ്. ഈ 3 മണിക്ക് കിട്ടിയിട്ട് റീലോഡ് ചിലപ്പോൾ ചിലതൊക്കെ ക്രാഷ് ആകും. അപ്പോൾ ഇതൊക്കെ നോട്ട് ചെയ്ത് വെച്ചോ. ഇങ്ങനെ കുറേ വെബ്സൈറ്റ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻസിലും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും പോയി ഞെക്കിയാൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും രജിസ്ട്രേഷൻ നമ്പറും അതേപോലെ ഡേറ്റ് ഓഫ് ബർത്ത് അത് നിങ്ങൾ ഡേറ്റ് മന്ത് ഇയർ എന്നൊക്കെയുള്ള ഫോർമാറ്റ് കറക്റ്റ് എൻ്റർ ചെയ്താൽ കിട്ടും. തെറ്റായി എൻ്റർ ചെയ്താൽ ചിലപ്പോൾ ഇല്ലാതെ കാണിക്കും. അപ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല. ആദ്യമൊക്കെ കുറേ നേരം എറർ ഉണ്ടാവും, കുറേ ആൾക്കാർക്ക് കിട്ടൂല. മെല്ലെ സമാധാനത്തോടെ പോയി നോക്കുക. ഓക്കെ, ഇനി അതല്ല, നിങ്ങൾക്ക് ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനും കിട്ടും ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന്. അപ്പോൾ ആൻഡ്രോയിഡുകാർക്ക് വേണമെങ്കിൽ ഈ ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വെക്കാം, പെട്ടെന്ന് റിസൾട്ട് അറിയാൻ താല്പര്യമുള്ളവർക്ക്. അപ്പം ഇത്രയുള്ള ബേസിക് ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൽ പോയാൽ, ഇപ്പോൾ പോയാൽ എക്സാം റിസൾട്ടിന് മുമ്പ്, ഈ സമയത്തിന് മുമ്പ് പോയാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വെബ്സൈറ്റാണ് കിട്ടുക, SSLC റിസൾട്ട് നോട്ട് പബ്ലിഷ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, നിങ്ങൾ ഇനി 19-ാം തീയതി 3 മണിക്ക് ശേഷം നോക്കുന്നവർക്ക് ഏകദേശം ഇങ്ങനെയാണ് കണ്ട്. കഴിഞ്ഞ വർഷങ്ങളിലേക്ക് ഇങ്ങനെയാണ് വന്നത്. നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ആദ്യം എൻ്റർ ചെയ്യുന്നു, പിന്നെ ഡേറ്റ് മന്ത് ഇയർ, നിങ്ങളുടെ ബർത്ത്ഡേ ബർത്ത്ഡേ ചെയ്യുന്നു, സബ്മിറ്റ് അങ്ങ് വെക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ റിസൾട്ട് ഒരു 10 സബ്ജക്റ്റ് ഉണ്ടാകും. ഈ വർഷം മാർക്കും കൂടി ഉണ്ടാവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഹോപ്പ്ഫുള്ളി എല്ലാവർക്കും ഫുൾ A+ നല്ല മാർക്കും കിട്ടുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആൻഡ് നിങ്ങൾക്ക് എല്ലാവർക്കും കൺഗ്രാറ്റ്സ് ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഓൾറെഡി പറഞ്ഞു വെക്കുന്നു. മക്കളെ, ടെൻഷൻ അടിക്കേണ്ട. എനിക്കറിയാം കുറേ ആൾക്കാർ നാളെ ചിലർ നെറ്റ് തന്നെ ഓഫാക്കിയിട്ട് വീട്ടിലെ റിസൾട്ട് അറിയേണ്ട, ഫോണൊക്കെ ഡിസ്കണക്ട് ചെയ്ത് വെക്കും. ആരും വിളിക്കേണ്ട, ആരും പേടിക്കേണ്ട. നിങ്ങളുടെ റിസൾട്ടൊക്കെ നോക്കുക, നിങ്ങളുടെ പ്രതീക്ഷേനെക്കാളും കൂടുതലേ കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും സ്ട്രോങ് ആയിരിക്കുക. ഓക്കെ, അപ്പോൾ റിസൾട്ട് വരും. റിസൾട്ട് വന്ന് നിങ്ങൾ ഫുൾ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക, ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ റിസൾട്ടൊക്കെ ചെക്ക് ചെയ്യേണ്ടത്. ഇനി ഞാൻ കുറച്ച് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ പറഞ്ഞുതരാം നിങ്ങൾക്ക് വേണ്ടിയിട്ട്. നിങ്ങൾക്കിതാ കൂടുതൽ ഇൻഫർമേഷൻ ഉണ്ട്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇൻഫർമേഷൻ. നിങ്ങളുടെ ഗ്രേഡ് എന്താ, അതിന് ഗ്രേസ് മാർക്ക്, കുറേ സംഭവങ്ങളില്ലേ. അതിനുവേണ്ടി നിങ്ങൾക്ക് examiner.com അതിൽ കുറേ ബ്ലോഗുകൾ ഇട്ടിട്ടുണ്ട്. അത് ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നിങ്ങളിതാ examiner.com എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ പോവാം, അവിടെ അപ്ഡേറ്റ്സ് ഉണ്ടാവും. ഓക്കെ, അപ്ഡേറ്റ്സിൽ വന്നാൽ നിങ്ങൾക്കിതാ SSLC റിസൾട്ട് ഓരോ അപ്ഡേറ്റ്സ് വരുന്ന കുറേ എഴുത്തുകളും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചാൽ നിങ്ങൾക്ക് ഗ്രേഡിൻ്റെ കാര്യങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിലും ഇതൊക്കെ ഒഫീഷ്യൽ സോഴ്സസിൽ നിന്ന് വരുന്ന സംഭവമാണ്. അപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും എത്ര പെർസെൻറ്റേജ് നിങ്ങളുടെ മാർക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഈ പ്രാവശ്യം മാർക്കും ഗ്രേഡും ഒക്കെ ഉണ്ടാവും. ഓക്കെ, അത് നിങ്ങൾ examiner.com വന്നാൽ ഇവിടെ അപ്ഡേറ്റ്സിൽ പുതിയ നാളെ വരുമ്പോൾ കുറച്ചുകൂടി അപ്ഡേറ്റ്സ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റും. പിന്നെയും മക്കളെ, ഇനി കുറച്ചുകൂടി കാര്യങ്ങൾ പറയേണ്ട. എല്ലാവരും SSLC കഴിഞ്ഞ് എല്ലാവരും +1 എക്സാമിനറുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാരണം ഇനിയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ SSLC കഴിഞ്ഞു +1കാരാണ്, നിങ്ങൾക്ക് വേണ്ടി ഫ്രീ ആയിട്ട് ഫുൾ സപ്പോർട്ട് എക്സാമിനറുടെ വക തരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് 2 ചാനലുണ്ട്. ഇത് മെയിൻ ചാനലാണ്. ഇത് സയൻസ് എടുക്കാൻ താല്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക. പക്ഷേ മെയിൻ അപ്ഡേറ്റ്സ് ഇവിടെ ആയിരിക്കും. ഇനി കൊമേഴ്സ് ആണ് നിങ്ങൾക്ക് ഉറപ്പാണെങ്കിൽ നിങ്ങൾ കൊമേഴ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടെ ക്ലാസ്സസ് ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട്, ഇവിടെയും ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്. ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ഞെക്കാൻ മറക്കരുത്. ഓക്കെ, നിങ്ങൾക്ക് ഇന്ന് ഈ വീഡിയോ കഴിഞ്ഞിട്ടും എപ്പോൾ വേണേൽ പോയി കാണാൻ പറ്റും. അവിടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴും നിങ്ങൾക്ക് വേണ്ടി അവിടെ ഉണ്ട്. ആൻഡ് ഈ ചാനൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് 19-ാം തീയതി വൈകുന്നേരം തന്നെ ഒരു ലൈവും ഉണ്ട്. SSLC റിസൾട്ട് കിട്ടി ഇനി എന്ത് ചെയ്യണം, നിങ്ങളുടെ കുറേ അപ്ഡേറ്റ്സ്, ഇനി അടുത്ത സ്റ്റെപ്പ് നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ള ഏറ്റവും എക്സ്പേർട്ട് അഡ്വൈസായിട്ട് ഞങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഈ ചാനലിലാണ്, എവിടെ നിന്ന് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതാണ്, +1 എക്സാമിനറുടെ ചാനലിൽ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇനി ഇതാണ് ആ വീഡിയോ. നാളെ ലൈവായിട്ട് 7:30 ഫ്രൈഡേ 19-ാം തീയതി റിസൾട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ ലൈവിലേക്ക് അങ്ങ് വരിക. ഓക്കെ, അതിന് വേണ്ടിയിട്ട് +1 ചാനലാണെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. കൊമേഴ്സിലല്ല, എക്സാമിനർ +1 മെയിൻ ചാനലിൽ. ഓക്കെ, അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് നീറ്റ്, കീം അല്ലെങ്കിൽ JEE ആസ്പിറൻസ് ആണ് +1 +2 എഴുതാൻ താല്പര്യമുണ്ട്. അതിൻ്റെ ചാനൽ ഡിസ്ക്രിപ്ഷനും താഴെയുണ്ട്. അതും സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കണ്ടൻറ്റ് അവിടെ നിന്നും കിട്ടും. ഓക്കെ, ഇനി മക്കളെ, നിങ്ങൾ എല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. എക്സാമിനറുടെ വക SSLC റിസൾട്ട് വന്നതിൻ്റെ ചെറിയൊരു ഗിവ് അവേ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 20 ആൾക്കാർക്ക് കിട്ടും. എങ്ങനെയാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ. നിങ്ങളുടെ എക്സാമിനറായിട്ടുള്ള ജേർണിയും നിങ്ങൾക്ക് എങ്ങനെയാണ് എക്സ്പീരിയൻസ് ഉണ്ടായെന്ന് നിങ്ങൾ പറയും. എങ്ങനെയാണ് നിങ്ങളെ ഈ റിസൾട്ടിലേക്ക് എത്തിച്ചതെന്നും നിങ്ങളെങ്ങനെ കണ്ടുപിടിച്ചു,
ആൻഡ് നിങ്ങളുടെ ജേർണി എങ്ങനെ ഉണ്ടായിരുന്നു, നിങ്ങൾ പ്രതീക്ഷിച്ച മാർക്കിൽ നിന്ന് എങ്ങനെ കൂടി, നിങ്ങൾ എങ്ങനെ ഇമ്പ്രൂവ് ആയി എന്ന് പറഞ്ഞിട്ട് ഒരു ഷോർട്ട് വീഡിയോ, ഓക്കെ, ഷോർട്ട് വീഡിയോ, ഒരു 1 മിനിറ്റ് അടിയിലുള്ള വീഡിയോ പറ്റുള്ളൂ. ഓക്കെ, ആ വീഡിയോ നിങ്ങൾ സബ്മിറ്റ് ചെയ്യാൻ ഗൂഗിൾ ഫോം താഴെ കൊടുത്തിട്ടുണ്ട്. സെലക്റ്റഡ് 20 സ്റ്റുഡൻസ് വിൽ ഗെറ്റ് എക്സൈറ്റിംഗ് പ്രൈസസ്. ഓക്കെ, പ്രൈസ് നമ്മൾ ഇതായിട്ട് വെക്കുക. ഇവിടെ പ്രൈസ് Z ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് 20 ആൾക്കാർക്ക് കിട്ടുള്ളൂ. കുറേ ആൾക്കാർക്ക് താല്പര്യം ഉണ്ടാവുമെന്ന് എനിക്കറിയാം. അപ്പോൾ നിങ്ങളുടെ ജേർണി ചെറുതായിട്ട് 1 മിനിറ്റിൽ വെർട്ടിക്കലായിട്ട് ഒരു ഫ്രണ്ട് ക്യാമറ വെച്ചിട്ട് സിമ്പിളായിട്ട് ചെയ്യുക. ആൻഡ് നിങ്ങളുടെ എങ്ങനെയാണ് ആ ചേഞ്ച് വന്നതെന്നും കൂടി, ഓക്കെ, നിങ്ങൾ ഏതാണ് സിന്ന് എയിലേക്ക് വന്നോ ബിന്ന് A+ വന്നോ നിങ്ങൾ ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടത് ഗൂഗിൾ ഫോമിലാണ്. 19-ാം തീയതി വൈകുന്നേരം 7 മണിക്ക് മുമ്പ് വേണം. ഓക്കെ, 19-ാം തീയതി 7 മണിക്ക് മുമ്പ്. അത് കഴിഞ്ഞിട്ടുള്ള നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ എല്ലാവരും അത് ഗിവ് അവേ പ്രൈസ് വേണമെങ്കിൽ അയക്കുക. 20 ആൾക്കാർക്ക്. അപ്പോൾ വേഗം അയക്കുക. 19-ാം തീയതി 7 മണിക്ക് മുമ്പായിട്ട് തന്നെ. ഓക്കെ, നിങ്ങൾ ഈ സബ്മിറ്റ് ചെയ്യാൻ പോകുന്ന വീഡിയോന് എൻ്റെ വക ഒരു ചെറിയ സജഷൻ ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ റിസൾട്ട് ഓപ്പൺ ചെയ്യുന്ന നിമിഷം നിങ്ങളുടെ ഫാമിലിൻ്റെയും റിയാക്ഷൻ വേണമെങ്കിൽ ഒരു ഫോൺ അവിടെ വെച്ചിട്ട് റെക്കോർഡ് ചെയ്യാം. ആൻഡ് അതും സബ്മിറ്റ് ചെയ്യാൻ പറ്റും. നല്ല രസമായിരിക്കും, നിങ്ങൾക്കൊരു നല്ല മെമ്മറി ആയിരിക്കും. അപ്പോൾ മറക്കണ്ട, ആ ഗൂഗിൾ ഫോമിൻ്റെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. 20 ആൾക്കാർക്ക് ഗിവ് അവേ ഉണ്ടാവും. നിങ്ങളെല്ലാവരും മാക്സിമം നിങ്ങളുടെ മെമ്മറീസും റിയാക്ഷൻസൊക്കെ ഷെയർ ചെയ്യുക. കാണുമ്പോൾ വലിയ സന്തോഷമായിരിക്കും. ഇനി ലാസ്റ്റ്ലി ലക്ഷ്യ ബാച്ച് കഴിഞ്ഞ വർഷം എന്ന് പറഞ്ഞാൽ നിങ്ങൾ SSLCയിൽ ലക്ഷ്യ ബാച്ചിൻ്റെ റിവിഷൻ ബാച്ചിലുള്ള സ്റ്റുഡൻ്റ് ആണെങ്കിൽ എല്ലാവർക്കും ഇപ്പം തന്നെ ഒരു ഫോം, ഗൂഗിൾ ഫോം ബാച്ചിൻ്റെ സ്റ്റുഡൻറ്റ് റിലേഷൻ അയച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. ഇനി നിങ്ങൾക്കത് കിട്ടിയിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലക്ഷ്യ ബാച്ച് സ്റ്റുഡൻസിനും റിവിഷൻ ബാച്ചിൽ ജോയിൻ ചെയ്ത സ്റ്റുഡൻസ് 2 ആൾക്കും വേണ്ടി ഒരു ഗൂഗിൾ ഫോം ഉണ്ട്. നിങ്ങളുടെ മാർക്സ് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും പേരും കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്യുക. ഓക്കെ, അതൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ലിസ്റ്റായിട്ടുള്ള ലിങ്കുകൾ, ഞാൻ പറഞ്ഞ കുറേ വെബ്സൈറ്റ് ലിങ്ക് എല്ലാം താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, കമൻസിലുണ്ട്. മക്കളെ എല്ലാവരും ചെക്കൗട്ട് ചെയ്യുക. ഇനി ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ആൻഡ് നിങ്ങളുടെ റിസൾട്ട് എങ്ങനെയാണെന്ന് നിങ്ങളെല്ലാവരും കമൻസിൽ അറിയിക്കുക. എന്തായാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് എക്സാമിനർ ഉണ്ട്. ഫുൾ A+ ഉള്ളവർക്കും ഫുൾ മാർക്ക് ഉള്ളവർക്കും ഒന്നും പേടിക്കേണ്ട. എല്ലാവർക്കും കൂടി വേണ്ടിയിട്ട് നാളെ ഫ്രൈഡേ 19-ാം തീയതി 7:30 നിങ്ങൾക്ക് ലൈവ് വരുന്നുണ്ട്. ഞാനുണ്ട്, അലക്സാറുണ്ട്, ഫുൾ എക്സാമിനർ ടീമുണ്ട്. SSLC കഴിഞ്ഞ് റിസൾട്ട് വന്ന് ഇനി എന്ത് ചെയ്യണമെന്ന് കൃത്യമായിട്ട് പറയുന്ന വീഡിയോ. ഓക്കെ, അപ്പോൾ നമുക്ക് നാളെ കാണാം 7:30. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ടെൻഷൻ ഒന്നും അടിക്കേണ്ട മക്കളെ, ധൈര്യത്തോടെ ഇരിക്കുക. ആൻഡ് കമൻസിൽ എനിക്കറിയാം നിങ്ങളുടെ ഫ്രണ്ട്സും നിങ്ങളെല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരിക്കും. അതേപോലെ മക്കളെ, നമ്മുടെ എക്സാമിനറിൻ്റെ +1 സെക്കൻഡ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്, അഗ്നീൻ്റെയും പൃഥ്വീൻ്റെയും. അപ്പോൾ നിങ്ങൾക്ക് സെക്കൻഡ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, റിസൾട്ട് കഴിഞ്ഞ് ഉടനെ തുടങ്ങുന്ന ബാച്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴത്തെ നമ്പറിലൊന്ന് വാട്സാപ്പ് ചെയ്താൽ മതി. അഡ്മിഷൻസ് ഇപ്പോഴും ഓപ്പൺ ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണം 4000 രൂപയ്ക്ക് ജോയിൻ ചെയ്യാം. കുറച്ചുകൂടി കഴിയുമ്പോൾ 6000 ആവും. അതേപോലെ നിങ്ങൾക്ക് +1 കൊമേഴ്സിൻ്റെ ബാച്ചിനെ പറ്റി അറിയായിരിക്കും. +1 ജ്വാല, അതിലും ജോയിൻ ചെയ്യാൻ പറ്റും. സെയിം നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് 19-ാം തീയതി വൈകുന്നേരം 7:30 ലൈവിന് കാണാം. അത് കഴിഞ്ഞിട്ട് ബാച്ചിലും കാണാം. ഓക്കെ.